തയ്യാറാക്കുന്നത് അവൽ മിൽക്കാണ്. നമ്മുടെ വീട്ടിലുള്ള ചേരുവകളൊക്കെ വെച്ച് പെട്ടെന്ന് തയ്യാറാക്കാം. ചൂട് കാലത്ത് കുടിക്കാൻ പറ്റിയ അടിപൊളിയായിട്ടുള്ളൊരു ഡ്രിങ്കാണ്. എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. ആദ്യമായിട്ട് ഒരു പാൻ അടുപ്പിൽ വെക്കാം. ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് 1.5 കപ്പ് അവൽ ഇട്ട് കൊടുക്കാം. അവലൊന്ന് ഫ്രൈ ആയിട്ട് വരണം. അതുവരേക്കും ഇളക്കി കൊടുക്കാം. ചുമന്ന അവലാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അതാണ് കുറച്ചുകൂടി നല്ലത്. വെള്ള അവലാണെങ്കിലും കുഴപ്പമില്ല. ഒരുവിധം കട്ടി വേണം അവലിന്. ഇത് മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അവൽ ഫ്രൈ ആയിട്ടുണ്ട്. ഇങ്ങനെ ഒടിക്കുമ്പോഴത്തേക്കിന് നല്ല പൊടിഞ്ഞു വരുന്ന പോലെ വന്നിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ പരുവം. ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് വയ്ക്കാം. ഇനി ഇതിനായിട്ട് ആവശ്യമുള്ളത് പാളയംകോടൻ പഴമാണ്. ഇവിടെ 5 എണ്ണം എടുത്തിട്ടുണ്ട്. അഥവാ മൈസൂർ പഴം എന്നൊക്കെ പറയുന്ന പഴമുണ്ടല്ലോ, അത് തന്നെ, അതാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇത് ഒന്ന് നന്നായിട്ടൊന്ന് സ്മാഷ് ചെയ്ത് കൊടുക്കണം. ഫോർക്ക് വെച്ച് സ്മാഷ് ചെയ്യുന്നതാണ് നല്ലത്. നമ്മൾ മിക്സിയിലിട്ട് നന്നായിട്ട് അടിച്ചെടുക്കുകയാണെങ്കിൽ അത് അങ്ങ് അരഞ്ഞു പോകും. അപ്പോൾ ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ ചെറിയ ചെറിയ പീസായിട്ട് നമുക്ക് കഴിക്കുമ്പോൾ കിട്ടും. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് നമുക്ക് പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഞാനൊരു 2.5 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. പഞ്ചസാരയൊക്കെ ഓരോരുത്തരുടെയും ആവശ്യത്തിന് നമുക്ക് ചേർത്ത് കൊടുക്കാം. മധുരം കുറവുള്ളവർക്ക് അതനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇത് ഒരു ഫോർക്ക് കൊണ്ട് നന്നായിട്ടൊന്ന് സ്മാഷ് ചെയ്തെടുക്കാം. പഴവും പഞ്ചസാരയും ഇതുപോലെ, ഇത് കണ്ടോ, ഇതുപോലെ ഇരിക്കണം. ഇതുപോലെ ഉടച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ മിക്സിയിലിട്ട് അരയ്ക്കുമ്പോഴത്തേക്കിന് അത് കൂടുതൽ ഇങ്ങനെ അരഞ്ഞു പോകും. അപ്പോൾ ഈ ഒരു പരുവത്തിന് ഉടച്ചെടുക്കണം. ഉടച്ചെടുത്തതിലേക്ക് ആവശ്യത്തിന് ചിൽഡ് മിൽക്ക് ചേർത്ത് കൊടുക്കാം. ഞാൻ ഇതിലേക്ക് 1 കപ്പ് പാല് നേരത്തെ തന്നെ തിളപ്പിച്ച് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുത്തതാണ്. ഇനി ഇത് ആവശ്യത്തിന് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒരുപാടങ്ങ് ലൂസായി പോകരുത്. അപ്പോൾ ഇതിൽ ആവശ്യത്തിന് മാത്രം ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം പിന്നീട് ചേർത്ത് കൊടുക്കുക. ഒരൽപ്പം കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇത് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഒരുപാടങ്ങ് ലൂസായി കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു ടേസ്റ്റ് കിട്ടത്തില്ല. ഒരുവിധം തിക്കായിരിക്കണം. എന്നാൽ ഒരുപാട് തിക്കാകാനും പാടില്ല. അപ്പോൾ ഈ ഒരു പരുവത്തിനേ പറ്റുള്ളൂ. ചൂട് സമയത്ത് ഉണ്ടാക്കാൻ പറ്റിയ അടിപൊളി ആയിട്ടുള്ള ഒരു ഡ്രിങ്കാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. വീട്ടിലുള്ള സാധനങ്ങളൊക്കെ വെച്ച് തന്നെയാണല്ലോ നമ്മൾ തയ്യാറാക്കുന്നത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ ഒരുപോലെ ഇഷ്ടപ്പെടും. ഇനി ഇത് നമുക്ക് ഗ്ലാസ്സിലേക്കൊന്ന് സെറ്റ് ചെയ്തെടുക്കാം. ഇനി ഒരു ഗ്ലാസ് എടുക്കുക. അതിലേക്ക് നമ്മുടെ പഴവും പാലും പഞ്ചസാരയൊക്കെയുള്ള മിക്സ് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന അവൽ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ടത് നിലക്കടല വറുത്തതാണ്. അതും ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം. നിലക്കടല ഫ്രൈ ചെയ്ത നിലക്കടലയാണ്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ബൂസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതുപോലെ തന്നെ പാലും പഴവുമായിട്ടുള്ള മിക്സ് ഇനി ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലേക്ക് അവൽ വറുത്തത് ഇട്ട് കൊടുക്കാം. ഒരു ലെയർ കൂടെ ഇങ്ങനെ ചെയ്ത് കൊടുക്കാം. സെയിം. ഇനി ഇതിൻ്റെ മുകളിലേക്ക് പീനട്ട് അഥവാ നിലക്കടല അതിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരൽപ്പം ബൂസ്റ്റ് ഇട്ട് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലേക്ക് പഴം പാലിൻ്റെ മിക്സ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഒരൽപ്പം അവൽ പൊടിച്ചത് ഇട്ട് കൊടുക്കാം. കുറച്ച് പീനട്ട് കൂടെ ഇട്ട് കൊടുക്കാം. അല്പം ബൂസ്റ്റ് ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ ജസ്റ്റ് ഒന്ന്. ഇതിൻ്റെ മുകളിലേക്ക് ഞാനൊരു ചെറുകൂടി വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. ചൂട് കാലത്ത് കഴിക്കാൻ പറ്റിയ അടിപൊളിയായിട്ടുള്ളൊരു ഡ്രിങ്കാണ്. വീട്ടിൽ ഗസ്റ്റൊക്കെ വരുമ്പോൾ തയ്യാറാക്കി കൊടുക്കാം. ഇത് നമ്മൾ തയ്യാറാക്കിയാൽ അന്നേരം തന്നെ കഴിക്കണം. അല്ലെങ്കിൽ ആ അവലങ്ങ് കുതിർന്ന് പോകും. അപ്പോൾ അതിൻ്റെ ക്രിസ്പിനെസ് ഒന്നും കിട്ടത്തില്ല. അപ്പോൾ നമ്മൾ പെട്ടെന്ന് തന്നെ ഇത് തയ്യാറാക്കി അന്നേരം തന്നെ കഴിക്കണം. അങ്ങനെ അവൽ മിൽക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ഈസി ആയിട്ട് നമ്മുടെ വീട്ടിലുള്ള ചേരുവകളൊക്കെ വെച്ച് തന്നെ വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന അടിപൊളിയായിട്ടുള്ളൊരു ഡ്രിങ്കാണ്. ചൂട് കാലത്ത് എല്ലാവർക്കും കുടിക്കാൻ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു ഡ്രിങ്കാണ്. എല്ലാവരും ഇതൊന്ന് തയ്യാറാക്കി നോക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനി അടുത്ത വീഡിയോയിലൂടെ കാണാം.